ഇവൻ പ്രേതകാരകനാണ്, അതായത് മരണത്തിൻ്റെ അധിപനാണ്. ഇവൻ ചന്ദ്രൻ്റെ കൂടെ കൂടുമ്പോൾ മരണമുണ്ടാവും, ശനിയുടെ കൂടെ കൂടുമ്പം അപകടങ്ങളുണ്ടാവും, ചൊവ്വായുടെ കൂടെ കൂടുമ്പം എന്തെങ്കിലും കൊല ചെയ്യുന്ന സമയമാണ്. കത്തി കൊണ്ട് കുത്തിയോ അല്ലത് വെട്ടുകത്തി കൊണ്ട് വെട്ടിയോ ഇങ്ങനെ കൊല ചെയ്യുന്ന സമയം. ഓരോ ദിവസവും മാന്നി ഏത് രാശിയിലുണ്ടോ ആ രാശിയിൽ ലഗ്നം വരുമ്പോൾ അന്നേരം ദുഃഖമുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടാവും. അന്നേരമാണ് ജീവിതം മാറ്റിമറിയുന്നത്. ജാതകത്തിൽ മാന്നി വരുത്തുന്ന വിനകൾ എന്താണ്? മാന്യയെ എന്തുകൊണ്ട് നമ്മൾ പേടിക്കുന്നു എന്ന് വെച്ചാൽ, മാന്നി ഒരു വട്ടം ചാടുന്ന ഗ്രഹമാണ്. അതിന് ദിശയുമില്ല, അതിന് ബുദ്ധിയുമില്ല, അതിനൊരു കാലവുമില്ല. അത് എപ്പോ എവിടെ വട്ടം ചാടും എന്ന് നമ്മൾ അറിയത്തില്ല. പകലിലായാൽ സൂര്യൻ്റെ മുമ്പിലും രാത്രിയായാൽ ചന്ദ്രൻ്റെ മുമ്പിലും ചാടും. അത് എവിടെ ചാടുന്നുണ്ടോ ചാടുന്നിടത്ത് എന്തെങ്കിലും ഒരു ഗ്രഹം ഉണ്ടായാൽ അവിടെ വെച്ച് ഒരു വലിയ ദോഷമുണ്ടാകും. ചിലപ്പം ചന്ദ്രൻ്റെ മുമ്പിൽ ചാടിയാൽ അന്നേരം അപകടമുണ്ടായാൽ അതിൽ പെട്ടുപോയവർ രക്ഷപ്പെടാൻ വളരെ പാടാണ്. അതുപോലെ ദുഃഖത്തിൻ്റെ അധിപൻ ആരാന്ന് വെച്ചാൽ അവനും മാന്യയാണ്. ഓരോ ദിവസവും മാന്നി ഏത് രാശിയിലുണ്ടോ ആ രാശിയിൽ ലഗ്നം വരുമ്പോൾ അന്നേരം ദുഃഖമുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടാവും. അന്നേരമാണ് ജീവിതം മാറ്റിമറിയുന്നത്. ഇത് മാറ്റിമറിക്കുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് മാന്നി. മാന്നിയെ എപ്പോൾ ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്ദ്രന് എതിരായിട്ട് രാവണൻ ഒരു മകനെ ഉണ്ടാക്കി. അവനാണ് ഇന്ദ്രജിത്ത്. ഈ ഇന്ദ്രജിത്ത് മണ്ഡോദരിയുടെ വയറ്റിൽ ഇരിക്കുകയാണ്. അപ്പം എല്ലാ ഗ്രഹത്തിനെയും അതിൻ്റെ ലാഭസ്ഥാനമായ 11ാമത്തെ വീട്ടിൽ കയറ്റി ഇന്ദ്രജിത്തിന് പ്രസവിക്കുന്ന സമയത്ത് ഈ ഗ്രഹനിലയെ ഉണ്ടാക്കി. എന്നിട്ട് പ്രസവം നടന്നില്ല. പ്രസവം നടക്കാത്തത് കൊണ്ട് അവൻ ശിവനെ ചെന്ന് നോക്കി പ്രാർത്ഥിച്ച്, എന്തുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞ് പ്രസവിക്കുന്നില്ല എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞ്, എല്ലാ ഗ്രഹവും ലാഭസ്ഥാനത്തുണ്ടായാൽ അത് വിരയസ്ഥാനത്തിൽ ഒരു ഗ്രഹവും ഇല്ല. വിരയസ്ഥാനത്തിൽ ഒരു ഗ്രഹം ഉണ്ടായാൽ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കും. അല്ലെങ്കിൽ 10 വേണം, ഇല്ലെങ്കിൽ 12 വേണം. ഇത് 11ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ലാഭസ്ഥാനമാണ്. ഇപ്പം ഗർഭത്തിൽ ഒരു കുഞ്ഞ് കയറി ലാഭമായി, അത് പുറത്തേക്ക് വരണമെങ്കിൽ 12ാമത്തെ രാശിയിൽ എന്തെങ്കിലും ഒരു ഗ്രഹം വേണം എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു വച്ച് 12ാമത്തെ രാശിയിൽ അല്ലെങ്കിൽ 10ാമത്തെ രാശിയിൽ ഒരുതിനെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഗുളികൻ. ഇത് ശനിയിൽ നിന്നും ഉണ്ടാക്കിയത് കൊണ്ട് ശനിക്ക് കർമ്മ ഉണ്ടാക്കാന്നുള്ള കഴിവുണ്ട്. കർമ്മകാരകൻ ശനിയാണ്. ഈ ശനിയെ കൊണ്ട് ഉണ്ടാക്കി മണ്ഡോദരിയുടെ ഗർഭപാത്രത്തിൽ ഇട്ട്. അങ്ങനെ ഇട്ടത് കൊണ്ട് ആ ഇന്ദ്രജിത്ത് ജനിച്ചു. രണ്ടാമത് ഇവൻ പ്രേതകാരകനാണ്, അതായത് മരണത്തിൻ്റെ അധിപനാണ്. ഇവൻ ചന്ദ്രൻ്റെ കൂടെ കൂടുമ്പോൾ മരണമുണ്ടാവും, ശനിയുടെ കൂടെ കൂടുമ്പം അപകടങ്ങളുണ്ടാവും, ചൊവ്വായുടെ കൂടെ കൂടുമ്പം എന്തെങ്കിലും കൊല ചെയ്യുന്ന സമയമാണ്. കത്തി കൊണ്ട് കുത്തിയോ അല്ലത് വെട്ടുകത്തി കൊണ്ട് വെട്ടിയോ ഇങ്ങനെ കൊല ചെയ്യുന്ന സമയം ചൊവ്വായുടെ കൂടെ കൂടുമ്പം ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാവും. ഇതുമാത്രമല്ല, മാന്നി ഒരു കുബേരനാണ്. കുബേരെന്ന് പറയുമ്പം ലഗ്നത്തിൽ മാന്നി ഉണ്ടായാൽ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കും. അവൻ്റെ സാമ്പത്തിക ശേഷമെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും മാന്യ ലഗ്നത്തിലുണ്ടായാൽ. അതുപോലെ ലഗ്നത്തിലുണ്ടായാൽ അവൻ്റെ ദുഃഖത്തിന്, അവൻ്റെ സമാധാനക്കേടിന് അവൻ തന്നെ കാരണമായിരിക്കും.
മറ്റാരും കാരണമാകത്തില്ല. അവൻ്റെ ക്രമക്കേടിനും അവൻ്റെ സമാധാനക്കേടിനും അവൻ തന്നെ കാരണമായിരിക്കും. അതുപോലെ അവൻ്റെ സമ്പാദ്യത്തിനും അവൻ്റെ എല്ലാ സുഖത്തിനും അവൻ തന്നെ കാരണമായിരിക്കും. അതുപോലെ ഇത് ചന്ദ്രൻ്റെ കൂടെ കൂടിയാൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കും. എപ്പോ എന്ന് ഇല്ലാതെ മരണപ്പെടുകയും ചെയ്യും. ഇത് മാന്യനുടെ ദോഷമാണ്. അത് അല്ലാതെ മാന്യയുടെ കൂടെ എന്തെങ്കിലും നമ്മൾ ബാങ്കിൽ കാശ് ഇടുവാണെങ്കിൽ വെച്ചാൽ അത് മാന്യ സമയത്തിൽ ഇടണം. മാന്യയുടെ സമയം ഗുളിക എന്ന് പറയും. ഗുളികൻ്റെ സമയത്തിൽ കാശ് ഇട്ടാൽ വീണ്ടും വീണ്ടും നമുക്ക് കാശിടാം, കാശിട്ട് ചേർക്കാം. ഒരു മരിച്ചു പോയാൽ ആ പ്രേതത്തെ, ആ ശവത്തിനെ മാന്യ സമയത്തിന് ആരും എടുക്കത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു പ്രേതം ഒരാൾ മരിക്കും. അതുകൊണ്ട് മാന്യയുടെ സമയത്ത് ആരും ഒരു പ്രേതത്തിനെ എടുത്തുകൊണ്ട് പുറത്ത് പോകത്തില്ല. ഇതുപോലെ ആരെങ്കിലും വെള്ളം കുടിക്കാൻ മദ്യപിക്കാൻ പോയാൽ, ഈ മാന്യ സമയത്തിന് പോയാൽ അവർ വീണ്ടും വീണ്ടും മദ്യപിക്കും. എല്ലാം 2 പ്രാവശ്യം വീണ്ടും വീണ്ടും ഒന്ന് നടക്കും. അത് വീണ്ടും വീണ്ടും നടത്തുന്നത് ആരെന്ന് വെച്ചാൽ ഇത് മാന്യയാണ് വീണ്ടും വീണ്ടും നടത്തി കൊടുക്കുന്നത്. ഏത് വിഷയം, അത് നല്ല വിഷയമായാലും ശരി, അത് ചീത്തയായ വിഷയമായാലും ശരി, എല്ലാ വിഷയത്തിനെയും 2 പ്രാവശ്യം ഒരിക്കൽ ചെയ്യുന്നത് വീണ്ടും ചെയ്യിപ്പിക്കുന്നത് ഈ മാന്യയാണ്. 2 പ്രാവശ്യം ചെയ്യിപ്പിക്കും. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ലഗ്നത്തിൽ നിന്ന് മാന്യ ഏത് സ്ഥാനത്തിൽ വരുന്നുണ്ടോ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പോയി അവിടെ ചേരുന്ന സമയത്ത്, അയാൾ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് മാന്യ ആ ലഗ്നത്തിൽ ഉണ്ടായാൽ ആ വിഷയം ശരിയായിട്ട് നടക്കത്തില്ല. ഇതുണ്ടാവും. അതുപോലെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എപ്പോൾ ശരിയാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലഗ്നം ഈ മാന്യയെ ക്രോസ് ചെയ്ത് പുറത്ത് കയറിയാൽ അപ്പം ശരിയാവും. ആ പ്രശ്നം, ആ ദുഃഖം, ആ ലഗ്നം മാന്യയെ നോക്കി വരും. മാന്യയെ കടന്ന് അത് പുറത്ത് കയറിയ ഉടനെ തന്നെ ശരിയാവും. അതുപോലെ വഴക്ക് വരുന്ന സമയം, മാന്യ ലഗ്നം സന്ദർശിക്കുന്ന സമയം ആ വഴക്ക് വരും. അപ്പം ഇതുപോലെ ചില കാര്യങ്ങൾ എന്തെങ്കിലും പത്രത്തിൽ നമുക്ക് ഒപ്പിടണമെന്ന് വെച്ചാൽ ഈ സമയത്തിൽ ഒപ്പിടരുത്. അങ്ങനെ ഒപ്പിട്ടാൽ ഈ കാര്യം ശരിയായിട്ട് വരത്തില്ല. വീണ്ടും ഒരിക്കൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ കുഴപ്പം കാണും, എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. മൊത്തത്തിൽ അതുപോലെ ഒരു വീട്ടിൽ പ്രേതമുണ്ടോ എന്ന് നോക്കുമ്പം ഈ മാന്യയുള്ള ഇടത്ത് പ്രേതമുണ്ടാവും. അപ്പം ഇതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാന്യയുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞാൽ അത് എങ്ങനെ പോയാൽ ഇത് നമ്മൾ രക്ഷപ്പെടാം എന്ന് വെച്ച് നമ്മൾ അറിഞ്ഞ് ചെയ്താൽ മാന്യയുടെ എല്ലാ വിനകളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരും.